ഞങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക് ചോറിന് അയലക്കറി, ഇന്നലെ ആരൻ വെച്ച അയലക്കറി, ഇന്ന് ആരൻ വെച്ച അവിയൽ. കഴിഞ്ഞ ദിവസം അവിയൽ ഞാൻ വെക്കുന്നതുകൊണ്ട് പുള്ളി പഠിച്ചു. ഇന്നലെ രാത്രി എനിക്ക് വാണിംഗ് തന്നിരിക്കുക. ഞാൻ സ്കൂളിലോട്ട് എന്നാണോ പോകുന്നത്, എൻ്റെ സ്കൂൾ എന്നാണോ തുറക്കുന്നത്, അതുവരെ റെസ്റ്റ് എടുത്തോണമെന്ന്. മെയ് 17 തുറക്കുന്നതെന്ന് തോന്നുന്നു. അതുവരെ റെസ്റ്റ് എടുത്തോണമെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ഇന്നലെ തേങ്ങ പൊതിച്ചതിൻ്റെ കലിപ്പ് തീർന്നിട്ടില്ല പുള്ളിക്ക്. ഡോക്ടർ പറയുന്നതൊക്കെ പുള്ളിയല്ലേ കേൾക്കുന്നത്, കാരണം ഭയങ്കര ദേഷ്യമായിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. കാരണം പുള്ളി ഡ്രെയിനേജ് ബ്ലോക്ക് മാറ്റുമായിരുന്നേ, അതുകൊണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറിന് അയലക്കറി, അവിയൽ, തൈര്, പിന്നെ കണ്ണിമാങ്ങാക്കറി, ഇത്രയും പോരെ. ഓക്കേ. പുള്ളി എല്ലാ മുറിയിലും കർട്ടനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ ഇടുവാണേ. അപ്പം ഒരാണി പറഞ്ഞു പോയി, സ്പ്രിങ്ങയിലിടുന്ന കർട്ടനുണ്ടല്ലോ, അപ്പോൾ ആണി പറഞ്ഞു പോയി. അതിൻ്റെ കലിപ്പ് അവിടെ കിടന്ന് ആഷറിൻ്റെ റൂമിലൊരു കർട്ടൻ ഒരു ജനലിനില്ലായിരുന്നു. അത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ എപ്പോഴും പകലത് തുറന്നിടുവേ, ഇച്ചിരി വെട്ടവും വെളിച്ചവും കയറാൻ, കാറ്റൊക്കെ കയറാൻ. ആഷർ പോകുമ്പോൾ അങ്ങനെ തുറന്നിടും. അപ്പോൾ ഞങ്ങൾ ഓർത്തൊരു കർട്ടൻ അങ്ങ് ഇട്ടേക്കാം, അല്ല അടയ്ക്കാൻ മറന്നുപോയാൽ കൊതുക് കയറും. ആഷർ വൈകിട്ട് വരുമ്പോൾ ഭയങ്കര ബഹളം വെക്കും. അപ്പോൾ അതാണ് അവിടെ കേൾക്കുന്നത്. കർട്ടനൊക്കെ ഇട്ട് കലിപ്പെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. രാവിലെ ഡ്രെയിനേജൊക്കെ ബ്ലോക്ക് മാറ്റി പുള്ളി അങ്ങ് വിഷമിച്ചു പോയി. പിന്നെ പുളിയും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ ഈ കർട്ടനടിയിലെല്ലാം കഴിഞ്ഞ് വേണ്ടേ അവിടെ വന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഞാനപ്പം അതാ വോയിസ് ചെയ്യുന്നത്. ഈ കർട്ടൻ കണ്ടോ, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, 169 രൂപ. ഇത് 4 പീസുണ്ട്, ഒരു പീസിന് 169 രൂപ. അപ്പോൾ ഇവിടെ കിടന്ന കർട്ടൻ ഞങ്ങളെടുത്ത് ആഷറിൻ്റെ റൂമിലും ഇട്ടു. 4 പീസുണ്ടായിരുന്നു. 3 പീസ് ആഷറിൻ്റെ റൂമിലും ഇട്ടു, ഒരു പീസ് ഡൈനിങ് ഹാളിലും ഇട്ടു.